ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടി MG ഹെക്ടർ 2019 വണ്ടിയാണ്. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ടി MG ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള 76,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. എല്ലാ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഫിറ്റിങ്സും ഉള്ള ഒരു വണ്ടിയാണ്. ഫുൾ ഓപ്ഷനാണ്. പിന്നെ ഗിയർ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ഗിയറാണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ ഓപ്ഷനുള്ള MG വണ്ടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നു. വണ്ടിയുടെ ഗ്രിൽ ഭാഗം, ലൈറ്റ് ഭാഗം, എല്ലാ ഭാഗവും വളരെ കിട്ടും. അത് സൈഡ് എല്ലാ ഇച്ചിരി ക്യാമറ ഉള്ള സൗണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ ക്യാമറയും സൺറൂഫും വോയിസ് മെയിലും എല്ലാ ഫെസിലിറ്റിയും വണ്ടിയിലുണ്ട്. MG ഹെക്ടർ മാനുവൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും നമ്മളെ ഫ്രണ്ട് ഡ്യുവൽ ടോൺ ഷീറ്റ്, പുഷ് ബാക്ക് ബട്ടൺ, സൺറൂഫ്, ബാക്ക് AC, ഫ്രണ്ട് AC ഒക്കെ നല്ല കൂളിംഗാണ്. അടിപൊളിയാണ് വണ്ടി. 2019 വണ്ടിയാണ് കേട്ടോ. ആരെങ്കിലും MG ഹെക്ടറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി നല്ല ലാഭമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു പുതിയ വണ്ടി നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 2019 വണ്ടി ഒരുപാട് കുറഞ്ഞ വിലക്കാണ് കിട്ടുക. കാരണം ഒരു വണ്ടിയുടെ ഏകദേശം 19 സംതിങ് ഒക്കെ ഉണ്ട് ഈ പുതിയ വണ്ടിക്ക് ആകുമ്പോൾ ഏകദേശം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടീന് നമുക്ക് കൊടുക്കാൻ പോകുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 990 നമ്മളുടെ ഫൈനൽ റേറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ബോണറ്റും കാര്യങ്ങളൊക്കെ തുറന്ന് കാണിച്ചു തരാം. ഇഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ, ടയർ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തില്ലേ. ഇതിൽ ഇഞ്ചിൻ്റെ ഭാഗങ്ങൾ ഒന്നും പുറത്ത് കാണില്ല, ഒക്കെ ഫിറ്റിങ്സാണ്. എല്ലാ ഭാഗവും മറച്ച് വെച്ചിട്ടുള്ള സംഭവം ചൈനൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിനെ പറ്റി അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ്. വണ്ടിയുടെ ഉപയോഗിക്കുന്ന ആളുകൾ അവരൊക്കെ ഒന്ന് ഈ വണ്ടിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്ന് കമൻറ്റ് ഇടണേ. ഉപയോഗിക്കുന്ന ആൾക്കാർക്കായും കൂടുതൽ നമ്മളെക്കാളും ഇതിനെ പറ്റി അറിവുണ്ടാവുക. സീറ്റ്, വുഡ് ഫിനിഷ്, നല്ല ഫിനിഷ് കേട്ടോ. വണ്ടിയുടെ ഉള്ളും സീറ്റും കവറും ലെതർ സീറ്റാണ്. നല്ല ഫിനിഷിംഗ് ആണ് എല്ലാ ഭാഗവും. അതായത് സെൻട്രൽ സീറ്റ് കണ്ടോ, നല്ല സ്പേസ് ഉണ്ട്. ആളുകൾക്ക് ഇരിക്കാനുള്ള, ബാക്കിൽ ഇരുന്നാൽ തന്നെ ശരിക്കും നല്ല കാലൊക്കെ നീട്ടി ഇരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ അതിന് ഡിക്കി സ്പേസോ, നല്ല ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയാണ്. ഒരുപാട് സാധനങ്ങൾ ലോഡ് ചെയ്യാൻ ഏകദേശം ഉണ്ടോ, നല്ല സ്പേസ് വണ്ടിയിലുണ്ട്. ഭാഗങ്ങളൊക്കെ എല്ലാ ഉൾഭാഗം കാര്യങ്ങളും എല്ലാം ബട്ടണാണ്. എല്ലാം ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഓണും ഓഫൊക്കെ ഉണ്ടോ. ഇത് കഴിഞ്ഞാൽ ഡിക്കൊക്കെ താഴ്ന്നു വരുന്ന അതേ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് വണ്ടി. ആരെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. വണ്ടിയുടെ ഏറ്റവും ഭാഗങ്ങൾ, ടയറും കാര്യങ്ങളും എല്ലാം വളരെ സ്ക്രാച്ചും കാര്യങ്ങളും ചെറിയ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ട്. അത് നമ്മൾ അവർക്ക് എടുക്കുന്ന ആളുകൾക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. വണ്ടി കമ്പനി സർവീസ് ആട്ടോ. പക്ക കമ്പനി സർവീസുള്ള 76,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കണേ. ഇനി ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അവരിതിനെ പറ്റിയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്ത റിവ്യൂവിൽ അത് അവതരിപ്പിക്കാമല്ലോ. ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ പറയും. എവിടെയെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും അതും അവരോട് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അതിനെപ്പറ്റി പറയട്ടാ.